എന്തിനാണ് സംസ്ഥാനത്തിന് ഇങ്ങനെ ഒരു ഗവർണർ പദവി? ആ പദവി അങ്ങ് എടുത്തു കളയണം. ഈശ്വര, ഈ ഒരു ഗതി ആർക്കും വരുത്തല്ലേ, ആരിഫ് മുഹമ്മദ് ഖാനെ രക്ഷിക്കണേ. ഇങ്ങനെയൊക്കെ ചെയ്യാവോ ആരിഫ് മുഹമ്മദ് ഖാനോട് ഈ സർക്കാർ? ഗവർണർ പദവി എടുത്തു കളയണമെന്ന സുപ്രധാന തീരുമാനം നിയമസഭയിൽ എത്തിയിരിക്കുകയാണ്. ആരിഫ് മുഹമ്മദ് ഖാനെ പുറത്താക്കിയിട്ടെന്താ, അയാളെ സംഘി, അടുത്ത ഘട്ട സംഘി പിന്നെ വേറെ വരും. നമസ്കാരം. കൊളോണിയൽ ഭരണകാലത്ത്, അതായത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇന്ത്യയിൽ നിലനിന്നിരുന്ന ചില പദവികളാണ് ഗവർണർ ജനറൽ, വൈസ്രോയി എന്നൊക്കെ പറഞ്ഞ ചില പദവികൾ. പക്ഷേ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഗവർണർ ജനറൽ എന്ന പദവിയൊക്കെ പോയെങ്കിലും സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും ഗവർണർമാർ ഉണ്ട്. ഇത്തരത്തിലുള്ള ഒരു ഗവർണർ പദവി സംസ്ഥാനങ്ങൾക്ക് ആവശ്യമാണോ? ഈ ചർച്ച നാളുകളേറെയായി തന്നെ ഉണ്ട്. ഇതിനിടയിലാണ് സംസ്ഥാനങ്ങൾ, അതായത് BJP ഗവൺമെന്റ് അല്ലെങ്കിൽ NDA ഗവൺമെന്റ് രാജ്യം ഭരിക്കാൻ തുടങ്ങിയ അന്നു മുതൽ ഗവർണർമാരെ ഉപയോഗിച്ച് BJP ഇതര സംസ്ഥാനങ്ങളിൽ ഭരണ പ്രതിസന്ധി ഉണ്ടാക്കാൻ ആരംഭിക്കുന്നത്. കേരളത്തിൽ അത് പ്രത്യേകമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗവർണറുടെ ചില ഷോകളൊക്കെ നമ്മൾ കണ്ടതാണ്. സ്വാഭാവികമായും ഇടതുപക്ഷം ഭരിക്കുന്ന, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഇന്ത്യയിലെ ആകെ ഒരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും BJPയുടെ അജണ്ട അത് നടപ്പിലാക്കാൻ തന്നെയാണ് ഗവർണർമാർ ഇവിടെ പ്രവർത്തിക്കുക. അതുകൊണ്ട് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ തുടർച്ചയായി ഗവർണർ സർക്കാർ പോരിലേക്ക് പോകുന്ന പലവിധ സംഭവ വികാസങ്ങളും ഉണ്ടാകുന്നത്. SFI പ്രവർത്തകരുടെ ജാഥയ്ക്കിടെ ഇറങ്ങിച്ചെല്ലുക, കഴിഞ്ഞ ദിവസം കൊല്ലത്തടക്കം, അങ്ങനെ ആ സംഭവങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. പക്ഷേ ഇപ്പോൾ ഒരു സുപ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക് ഇടതുപക്ഷം കടക്കുകയാണ്. അത് നിയമസഭയിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഗവർണർ പോര് ഈ രൂക്ഷമായി കൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് സംസ്ഥാനത്തിന് ഇങ്ങനെ ഒരു ഗവർണർ പദവി? ആ പദവി അങ്ങ് എടുത്തു കളയണം. അതിനായി ഭരണഘടന ഭേദഗതി ചെയ്യണമെന്നാണ് ഇപ്പോൾ ഇടതുപക്ഷം ആവശ്യപ്പെടുന്നത്. സംസ്ഥാന സർക്കാരിന് ചെലവ് കൂട്ടുക എന്നല്ലാതെ ഈ ഗവർണർ പദവി കൊണ്ട് എന്തുപകാരമാണ് സംസ്ഥാനത്തിനുള്ളത്? സംസ്ഥാന സർക്കാർ, അതായത് ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ പാസാക്കുന്ന നിയമങ്ങളിൽ, ബില്ലുകളിൽ ഒപ്പിടാൻ പോലും കഴിയാതെ എന്തിനാണ് ഇങ്ങനെ പണം ചെലവാക്കാൻ വേണ്ടി മാത്രം ഒരു സംവിധാനം? രാജ്ഭവൻ മോടി കൂട്ടാനും രാജ്ഭവനിലെ പ്രവർത്തനങ്ങൾക്കുമായി സംസ്ഥാന സർക്കാർ വർഷങ്ങളോളം ചെലവാക്കുന്നത് ലക്ഷങ്ങളാണ്. ഗവർണറുടെ സ്റ്റാഫുകൾക്ക് ശമ്പളം നൽകണം, അവിടെ സുരക്ഷ ഒരുക്കണം. രാജ്ഭവൻ തന്നെ വലിയൊരു കൊട്ടാരമാണ്. രാജ്ഭവൻ അത് നടത്തിക്കൊണ്ടുപോവുക, അത് തന്നെ വലിയ ചിലവാണ്. അതൊരു മ്യൂസിയം ആക്കിയാൽ നന്നായിരുന്നു എന്നൊക്കെയാണ് പലരും പറയുന്നത്. അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഹോം പ്ലേസ് പോലെ ആക്കുകയാണെങ്കിൽ വാടക ഇനത്തിലെങ്കിലും കുറച്ച് കാശ് കിട്ടും. ഇങ്ങനെ സംസ്ഥാന സർക്കാരിന് അധിക ഭാരമായി ഇരിക്കുന്ന ഒരു ഗവർണർ പദവി. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നിയമസഭയിൽ CPIയുടെ ചന്ദ്രശേഖരൻ MLA ഇക്കാര്യം ആവശ്യപ്പെടുന്നത്. അതായത് ഗവർണർ പദവി എന്ന പദവിയെ വേണ്ട, അത് എടുത്തു കളയണം, അതിനുള്ള നിയമനിർമ്മാണം കൊണ്ടുവരണം. സർ, നമ്മുടെ ഭരണഘടനയിൽ പറയുന്ന ഗവർണർ പദവി പഴയ കൊളോണിയൽ വ്യവസ്ഥയുടെ ബാക്കിപത്രമാണ് എന്ന് എല്ലാവർക്കും അറിയാം. CPIയെ സംബന്ധിച്ചിടത്തോളം ഈ ഗവർണർ പദവി തന്നെ നമ്മുടെ രാജ്യത്തിന് ആവശ്യമില്ല എന്ന അഭിപ്രായമാണ് സർ രേഖപ്പെടുത്താൻ. അതായത് ഇവിടെ നടക്കുന്നത്, കഴിഞ്ഞ ദിവസം ഗവർണർ ഒരു നയപ്രഖ്യാപന പ്രസംഗം നടത്തിയല്ലോ. തുടക്കവും ഒടുക്കവും വായിച്ച് അദ്ദേഹം ഓടി രക്ഷപ്പെടുകയും ഒക്കെ ചെയ്ത ആ പ്രസംഗത്തിന് നന്ദി അറിയിക്കുക എന്നാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട നിയമസഭയിലെ പരിപാടി. ആ പരിപാടിയിൽ, അല്ലെങ്കിൽ നന്ദി പ്രമേയ ചർച്ചയിലാണ് അതേ ഗവർണർ തന്നെ രൂക്ഷമായി വിമർശിച്ച് ഇങ്ങനെ ഒരു ഗവർണർ തന്നെ വേണ്ട എന്ന് നിയമസഭയിൽ പറയുന്ന സ്ഥിതിവിശേഷം വന്നിരിക്കുന്നത്. ഒരു ഗവർണറും ഈ ഗതി വരുത്തല്ലേ? ആരിഫ് മുഹമ്മദ് ഖാൻ ഇത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കാരണം ഇത്തരത്തിൽ, അതായത് എന്റെ സർക്കാർ എന്ന് പറയേണ്ട ഗവർണർ, സംസ്ഥാനത്തിന്റെ തലവനായ ഗവർണർ, നയപ്രഖ്യാപനം നടത്തേണ്ട ഗവർണർ, ആ ഗവർണറുടെ നയപ്രഖ്യാപനത്തിൽ നന്ദി പറയാൻ വേണ്ടി വിളിച്ചു ചേർത്ത ഇന്നത്തെ നിയമസഭ, ആ സമ്മേളനത്തിലാണ് ഗവർണറെ വേണ്ട, ഗവർണർ എന്ന പദവി വേണ്ട, ഈശ്വര ഈ ഒരു ഗതി ആർക്കും വരുത്തല്ലേ, ആരിഫ് മുഹമ്മദ് ഖാനെ രക്ഷിക്കണേ എന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ അത്തരത്തിൽ ഈ പദവി വേണ്ട, അതിന് നിയമ ഭേദഗതി വേണമെന്ന് പല സംസ്ഥാനങ്ങളും നേരത്തെ ആവശ്യപ്പെട്ടിട്ടുണ്ട്, വാക്കാൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഈ നിയമസഭയിൽ, അതായത് ഇനി കാലങ്ങൾ എത്ര കഴിഞ്ഞാലും ആരിഫ് മുഹമ്മദ് ഖാനെ വേണ്ട, അല്ലെങ്കിൽ ഗവർണറെ വേണ്ട എന്ന് പറഞ്ഞ ആ വാക്ക് സഭാരേഖകളിൽ ഉണ്ടാകും. സഭാരേഖകളിൽ എന്നും അത് മുഴച്ചു നിൽക്കും.
ഇനി ഭാവിയിൽ വരാനിരിക്കുന്ന ജനപ്രതിനിധികൾക്ക് പോലും അത് കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്നുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാവോ ആരിഫ് മുഹമ്മദ് ഖാനോട് ഈ സർക്കാർ എന്നാണ് ചോദിക്കാനുള്ളത്. എന്തായാലും ഇടതുപക്ഷം ഇത്തരമൊരു തീരുമാനം, പ്രത്യേകിച്ച് CPI അവരുടെ ഒരു നയം മുൻപ് തന്നെ അത് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ആരിഫ് മുഹമ്മദ് ഖാന്റെ ചെയ്തികളെ കുറിച്ചും MLA വിമർശിക്കുന്നുണ്ട്. ഗവർണർ തുടർന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടുകളെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. നിയമസഭാ വേദിയിൽ മാത്രമല്ല, അതിനുശേഷവും ഗവർണർ സ്വീകരിച്ച നടപടി നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിയമസഭാ സമ്മേളനത്തിന് ശേഷമാണ് അദ്ദേഹം ഇവിടെ നിന്ന് നിലമേലിലെത്തിയപ്പോൾ സ്വീകരിച്ച അദ്ദേഹത്തിന്റെ പുതിയ അടവുകൾ നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഞാൻ ആ കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ പറയുകയല്ല. നിലയില്ലാതെ പോയി നിലമേലെത്തി നിലത്തിരുന്ന് സമരം നടത്തുന്ന ഒരു നടപടിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതായത് കൊല്ലം നിലമേലിൽ ചെയ്തത് അദ്ദേഹം നിലയില്ലാതെ നിലത്തിരുന്ന് നിലമേലിൽ കാട്ടിയ ഷോ എന്ന രീതിയിലാണ് MLA ഇക്കാര്യം വ്യക്തമാകുന്നത്. അത്തരത്തിൽ ഗവർണർക്കെതിരെ നന്ദി പറയുന്നതിന് പകരം ഗവർണറെ രൂക്ഷമായി വിമർശിക്കാനാണ് ഇന്ന് ഭരണപക്ഷം സമയം കണ്ടെത്തിയത്. പ്രതിപക്ഷം നേരത്തെ തന്നെ ഇറങ്ങിപ്പോയിരുന്നു. അവർക്ക് സ്ഥിരം പരിപാടി അതാണല്ലോ, രാവിലെ തന്നെ എത്തുക, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുക, നേരെ ഇറങ്ങി പോവുക. അപ്പോൾ സ്വാഭാവികമായി അതൊരു നടപടിക്രമം. ഇനിയിപ്പോൾ പ്രതിപക്ഷം നന്ദി പ്രമേയത്തിൽ എന്ത് പറയാനാണെന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഗവർണർ പദവി എടുത്തു കളയണമെന്ന സുപ്രധാന തീരുമാനം നിയമസഭയിൽ എത്തിയിരിക്കുകയാണ്. ഇനി അതിന്റെ ഭാവി എങ്ങനെയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. സ്വാഭാവികമായ ഒരു നടപടിക്രമത്തിന്റെ ഭാഗമായി ഇനി ആ ഒരു വിഷയത്തിൽ ചർച്ച വേണം. അല്ലെങ്കിൽ സഭാരേഖകളിൽ നിന്നും ഈ ഗവർണറെ ഒഴിവാക്കണമെന്ന് പറഞ്ഞ ഭാഗം എടുത്തു കളയണമെന്ന് പറയാൻ പോലും അവിടെ ഗവർണറെ പിന്തുണയ്ക്കാൻ ഒരു BJP അംഗം പോലും ഇല്ല. ആകെ ഉണ്ടായിരുന്ന രാജഗോപാൽജി ഇത്തവണത്തെ നിയമസഭയിൽ ഇല്ല. കഴിഞ്ഞ തവണയും അദ്ദേഹം ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിനെങ്കിലും പറയാമായിരുന്നു ഈ സഭാരേഖകളിൽ നിന്ന് ഇതെടുത്ത് മാറ്റണം, ഗവർണറെ വേണ്ട എന്ന് പറയുന്നത് നന്ദിപ്രമേയ ചർച്ചയ്ക്കിടെ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നൊക്കെ പറയണമെങ്കിൽ പോലും ഒരു പേരിനൊരാളില്ല, സംപൂജ്യമാണ് BJP എന്നുള്ളത് കൊണ്ട് സഭയിൽ അക്കാര്യങ്ങൾ നടക്കില്ല. എന്തായാലും ഒരു രാഷ്ട്രീയ ചർച്ച എന്നതിലുപരി, അല്ലെങ്കിൽ സർക്കാർ ഗവർണർ വാക്പോര് എന്നതിലുപരി നിയമസഭയിൽ എത്തിയിരിക്കുകയാണ് ഗവർണർ വിഷയം. ഗവർണറെ ഒഴിവാക്കണം, ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റണം, വേണ്ട എന്ന് തന്നെയാണ് ഇതിന് അർത്ഥമാക്കേണ്ടത്. നേരത്തെ തന്നെ ഗവർണറെ തിരിച്ചു വിളിക്കണം എന്ന ആവശ്യം പല കോണുകളിൽ നിന്നും ഉയർന്നിരുന്നു. ഗവർണറെ തിരിച്ചു വിളിക്കാൻ രാഷ്ട്രപതിയോട് നിർദ്ദേശിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യാം. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോട് ഇക്കാര്യങ്ങളിൽ ആവശ്യങ്ങൾ ഉന്നയിക്കാം. കേന്ദ്രത്തിന് രാഷ്ട്രപതിയോട് നിർദ്ദേശിക്കാം. അത്തരത്തിൽ ചില ചട്ടങ്ങൾ ഒക്കെ ഉണ്ട്. വേണമെങ്കിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ മാറ്റാം. പക്ഷേ കഴിഞ്ഞ ദിവസം K മുരളീധരനൊക്കെ പറഞ്ഞ പോലെ ഇദ്ദേഹമേ സംഘി, പിന്നെ കട്ടസംഖ്യയായ വേറൊരാൾ വരണം, അയാളെ സഹിക്കേണ്ടി വരും. ആരിഫ് മുഹമ്മദ് ഖാനെ പുറത്താക്കിയിട്ടും കാര്യമില്ല എന്നാണ് K മുരളീധരൻ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ആരിഫ് മുഹമ്മദ് ഖാനെ പുറത്താക്കിയിട്ടെന്താ, അയാളെ സംഘി, അടുത്ത കട്ടസംഖ്യ പിന്നെ വേറെ വരും. അതുകൊണ്ട് ഈ CPI അംഗം പറഞ്ഞ പോലെ ആ പദവി തന്നെ ഇല്ലെങ്കിൽ പിന്നെ വേറെ ആരും വരില്ലല്ലോ. ആ പദവി അങ്ങ് ഒഴിവാക്കിയ വേറെ ആരും വരില്ല. അപ്പോ അത്തരം നിലപാടാണ് പ്രതിപക്ഷവും ഏതാണ്ട് പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയാണ് എങ്കിൽ പോലും CPM-നെ പ്രതിരോധത്തിലാക്കാൻ വേണ്ടി ഗവർണർക്ക് പരമാവധി കൊഴിലൂത്ത് നടത്തുകയാണ് കോൺഗ്രസും ചെയ്യുന്നത്. ഗവർണറെ ഇവിടെ സംരക്ഷിക്കുന്നതേ കോൺഗ്രസുകാരല്ലേ, കൊഴിലൂത്താണ് നടത്തുന്നത് ഗവർണർക്ക് വേണ്ടി കോൺഗ്രസ്. അപ്പോഴാണ് ആർജവമുള്ള ഇടതുപക്ഷ അംഗം ഈ നിയമസഭയിൽ ഇത്തരമൊരു ആവശ്യവുമായി രംഗത്തെത്തിയത്. എന്തായാലും അത് കാലങ്ങളോളം ഇനി മായ്ച്ചു കളയാൻ പറ്റാത്ത രീതിയിൽ സഭാരേഖകളിൽ ആ വാക്കുകൾ, ഗവർണർ എന്ന പദവി വേണ്ട എന്ന വാക്ക് മുഴച്ചു തന്നെ നിൽക്കും.